ബി.ജെ.പിയുടെ സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. പക്ഷെ അതിനൊരു ചരിത്രമുണ്ട്. 1999 CK പത്മനാഭൻ പ്രസിഡൻ്റായിരിക്കുമ്പോൾ, വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് 1,50,00,000 രൂപയോ മറ്റോ കൊടുത്തിട്ട് 55 സെൻറ്റിന് വസ്തു വാങ്ങുന്നത്. ആ വാങ്ങുന്ന വീട് ഒരു തറവാടായിരുന്നു. ആ തറവാട്ടിൽ നിന്നാണ് കൃഷ്ണകുമാർ IAS, പത്മകുമാർ IPS, അങ്ങനെ IASകാരും IPSകാരും ഒക്കെ ധാരാളമായി ഉണ്ടായ ഒരു വീടാണ് ആ വീട്. വളരെ വലിയ അറിയപ്പെടുന്നൊരു തറവാടാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ കേന്ദ്രമന്ത്രിയായിട്ടൊക്കെ പോയ കോൺഗ്രസിൻ്റെ വലിയ നേതാവായ കൃഷ്ണകുമാർ, ഉഷ കൃഷ്ണകുമാർ, അത് ഭാര്യ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അവരുടെ വലിയൊരു കുടുംബവും തറവാടുമായിരുന്നു ഈ തിരുവനന്തപുരം അരിസ്റ്റോ ജംഗ്ഷനിലെ BJP വാങ്ങിയ വീട്. എന്നാൽ 1999 വാങ്ങുന്നത്. അതിന് തറക്കല്ലിടുന്നത് കുമ്മനം രാജശേഖരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്. എന്നാൽ CK പത്മനാഭൻ 1999 വാങ്ങി. 2024, 25, 26 വർഷം കഴിയുന്നു ഒരു പാർട്ടി ഓഫീസ് ഉണ്ടാകാൻ. 26ാമത്തെ വർഷത്തിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിവിടെയാണ് വിധിയുടെ ചില വിളയാട്ടം, അല്ലെങ്കിൽ വിധിയുടെ ചില നല്ല തീരുമാനമെന്ന് നമുക്ക് പറയാം. നല്ലതെന്ന് പറയാം, മോശമെന്ന് പറയാൻ പാടില്ലല്ലോ. രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള വലിയൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ, ഒരു IT പ്രൊഫഷണൽ, അതുപോലെ തന്നെ മീഡിയ മാൻ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും രാജീവ് ചന്ദ്രശേഖർ അത്യാധുനികക്കാരനാണ്. അങ്ങനെ ഒരാൾ സ്റ്റേറ്റിൽ പ്രസിഡൻ്റായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിനാണ് ഇതിന് നിയോഗമുണ്ടാകുന്നത്. ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ഓഫീസ്, അവർ വളരെ പ്രൊഫഷണലാണ്. ആ ഓഫീസ് 50 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന മീഡിയ റൂം, പിന്നെ 100-500 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഹാള്, അതുപോലെ തന്നെ AC ഡോർമെട്രികൾ, പാചകപ്പുര, പിന്നെ ലൈബ്രറി, പിന്നെ എന്താണ്, അങ്ങനെ തുടങ്ങി, പിന്നെ പ്രസിഡന്റിനും ജനറൽ സെക്രട്ടറിമാർക്കും എല്ലാവർക്കും റൂം, അതുപോലെ തന്നെ വരുന്ന ഗസ്റ്റുകൾക്ക് താമസിക്കാനുള്ള റൂം. MD രമേശ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നാലും പ്രോട്ടോക്കോൾ അനുവദിക്കുമെങ്കിൽ താമസിക്കാൻ പറ്റുന്ന അത്രയും ഗ്രേഡിലുള്ള മനോഹരമായ പ്രൊഫഷണൽ ഓഫീസാണ് തുറന്നിരിക്കുന്നത്. അപ്പോൾ 7 നിലകളിലായിട്ട് വളരെ വിശാലമായ പാർക്കിങ്ങും വിശാലമായ സംവിധാനത്തോടു കൂടി ഇനി അവരുടെ എല്ലാം വലിയ വലിയ സമ്മേളനങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം പൊതുജന സമ്മേളനങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം നടത്താൻ കഴിയുന്ന നിലയിലേക്കുള്ള വിശാലമായ ഓഡിറ്റോറിയവും റിസപ്ഷനും ഹെൽപ്പ് ഡെസ്കും, അതുപോലെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കും, പിന്നെ വിദേശികൾക്ക് NRIക്കാർക്ക് വേണ്ടിയിട്ടുള്ള സഹായം കൊടുക്കുന്ന ഹെൽപ്പും ഡെസ്കും, അങ്ങനെ ഒത്തിരി മറ്റ് സാധാരണ ഓഫീസുകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു ഓഫീസാണ് പണിതിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞത് 1999 മുതൽ തുടങ്ങി 26 വർഷമെടുത്തു ഒരു ഓഫീസ് തിരുവനന്തപുരത്ത് പണിയാൻ. എന്തായാലും അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഞാനീ പറഞ്ഞ പോലെ നിരവധി IASകാരെയൊക്കെ IPSകാരെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫാമിലിയിൽ ഇരുന്ന ഒരു വീട്, ഒരു തറവാട് ഇപ്പോൾ BJPയുടെ സംസ്ഥാന കാര്യാലയമായിരിക്കുകയാണ്. മാരാർജി ഭവൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. KG മാരാരുടെ പേരിലുള്ള മാരാർജി ഭവൻ കേരളത്തിലെ BJPയെ ശക്തമാക്കുന്നതിൽ, BJPക്ക് ഒരു വോട്ട് പോലും ഇല്ലാതിരുന്ന കാലത്ത്, BJP എന്ന് പറഞ്ഞാൽ തന്നെ ജനങ്ങൾ ആരും ഒരു അംഗീകാരവും കൊടുക്കാതിരുന്ന കാലത്ത്, ഒരു നിർണായക ശക്തിയല്ലാതിരുന്ന കാലത്താണ് O രാജഗോപാൽ, KG മാരാറിനെ പോലെയുള്ള ആളുകൾ ഇതിൽ പ്രവർത്തന രംഗത്തിറങ്ങിയത്. അതിൽ O രാജഗോപാൽ മാത്രമാണ് ഇപ്പോൾ സീനിയർ ആളുകളിൽ ജീവിച്ചിരിക്കുന്നത്. KG മാരാർ അന്തരിച്ചു പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ സ്മാരകം എന്നുള്ള നിലയിലാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ 26 വർഷത്തെ ചരിത്രമുണ്ട് ഒരു കെട്ടിടം ഉണ്ടാക്കുന്നതിന് തന്നെ. അത് നമുക്ക് എങ്ങനെയാണത്, പോസിറ്റീവാണോ നെഗറ്റീവാണോ, എന്തുകൊണ്ട് ഇത്രയും വർഷം എടുത്തു എന്നുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. അന്ന് വാങ്ങുമ്പോൾ തന്നെ കുറച്ച് പണം സ്റ്റേറ്റിൽ നിന്ന് ഉണ്ടാക്കി, കുറച്ച് പണം സെൻട്രൽ കൊടുത്തു. പണിയുന്നതിനും കുറച്ച് പണം സെൻട്രൽ കൊടുത്തു, കുറച്ച് പണം സ്റ്റേറ്റിൽ നിന്ന് ഉണ്ടാക്കിയെന്നാണ് അറിയുന്നത്. എന്തായാലും വളരെ മനോഹരമായ ഒരു ഓഫീസ് മന്ദിരമായിരിക്കുന്നു. ഇതിന് തൊട്ട് മുമ്പേ തന്നെ CPMൻ്റെ AKG സെൻറ്റർ ഒരു കെട്ടിടം, അതും രണ്ടാമത്തെ AKG സെൻറ്റർ, ഒന്നാമത്തെ AKG സെൻറ്റർ പാളയത്തുണ്ട്, രണ്ടാമത്തെ AKG സെൻറ്ററും കൂടി പണിതു. അപ്പോൾ ഇനിയിപ്പോൾ ശക്തമായ അത്യാധുനിക ഓഫീസ് വരേണ്ടത് കോൺഗ്രസിനാണ്. പക്ഷേ കോൺഗ്രസ് അങ്ങനെ ഒരിക്കലും ചിന്തിക്കുന്നില്ല. എന്തായാലും അവർ ഇപ്പോഴുള്ള സംവിധാനങ്ങളൊക്കെ മെച്ചപ്പെടുത്തി പോകുന്നതല്ലാതെ വളരെ പ്രൊഫഷണലായിട്ടുള്ള അത്യാധുനികമായ സൗകര്യങ്ങളോടുകൂടിയ ഓഫീസ് എന്തായാലും കോൺഗ്രസിൻ്റെ അജണ്ടയിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ആരെങ്കിലും KPCC പ്രസിഡന്റുമാർക്ക് അങ്ങനെ ഒരു ഭൂതോദയം ഉണ്ടായി, ചിലപ്പോൾ പുതിയ പ്രൊഫഷണൽ ഓഫീസ് വരാം. അങ്ങനെയാണെങ്കിൽ എല്ലാ പാർട്ടികൾക്കും ആവും. ഇപ്പോൾ തൽക്കാലം BJPക്കായിട്ടുണ്ട്, അതുപോലെ CPMനും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വാർത്ത.